അപ്പോൾ ദിലീപിൻ്റെ സിനിമ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അദ്ദേഹത്തിനെ വെളുപ്പിക്കുക എന്നുള്ളൊരു പ്രക്രിയ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ തുടക്കമിട്ടത് നമ്മുടെ മാർട്ടിൻ എന്നുള്ള ആ പ്രതിയാണ്. സുപ്രീം കോടതി വെറുതെ വിട്ട അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, അയ്യോ ഇതൊക്കെ ഭയങ്കര ഗൂഢാലോചനയാണ്, അതിൽ ലാലും മഞ്ജു വാര്യരൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ജു വാര്യരും ലാലും അതിജീവിതയും ഒക്കെ ഉൾപ്പെടുന്ന സംഘം ഈ കൊള്ള സംഘത്തിലെ പോലെ ഹാ ഹാ എന്ന് ചിരിച്ചിട്ട് അവരിങ്ങനെ ഗൂഢാലോചന നടത്തുകയാണ്. ദിലീപിനെതിരെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒന്നും ചെയ്തിട്ടില്ല, അവർ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു 3-4 പേര് തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് ഒരു പെൺകുട്ടി സ്വയം അങ്ങനെ വിളിച്ചു പറയുന്നു. ഇനി വിളിച്ചു പറഞ്ഞാൽ അത് ഉടനെ തൊടാതെ വിഴുങ്ങുന്നവരാണോ നമ്മളുടെ അന്വേഷണ സംഘം, അല്ലെങ്കിൽ പോലീസ് ഉൾപ്പെടുന്ന അന്വേഷണ സംഘം? ആദ്യം തന്നെ ഒരു പെൺകുട്ടി താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ FIR ഇട്ടതിന് ശേഷം അവരെ നേരെ കൊണ്ടുപോവുക വൈദ്യപരിശോധനയ്ക്കാണ്. ഇത് നമ്മളുടെ ഏത് സാധാരണ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും വൈദ്യപരിശോധനയ്ക്ക് നിൽക്കുന്ന ഡോക്ടറും ഇയാൾ പറയുന്ന പോലെ എന്നാൽ പിന്നെ ഈ ഉപജാപക സംഘത്തിൻ്റെ അംഗമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഒരു ഡോക്ടർ ശരിയാണ് ഇവർ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഫോൾസ് റിപ്പോർട്ട് കൊടുത്തു എന്നാണോ നമ്മുടെ മാർട്ടിൻ കുട്ടി പറയണത്? അപ്പോൾ ഇതൊക്കെ തൊടാതെ വിഴുങ്ങാനായിട്ട് കേരളത്തിലെ ജനങ്ങൾ മന്ദബുദ്ധികളല്ല. ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം ആ വില്ലനായിട്ടുള്ള നടൻ്റെ സിനിമ പൊളിയാതിരിക്കണം, അയാളെ വെള്ളപൂശണം, അതിലൊക്കെ ചവിട്ടി താഴ്ത്തപ്പെടുന്ന ആ അതിജീവിത അവിടെ കിടന്ന് വീണ്ടും 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 വേദനിക്കണം.